നീ വന്നോ? അകത്തേക്ക് വാ. ആടി, നിനക്ക് വയറുവേദന കുറഞ്ഞോ? ആ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട്. നീ വരുവത് ആരാവത് കണ്ടോ? ഏയ്, ഞങ്ങൾ വരുമ്പോഴൊന്നും ഈ ഏരിയയിൽ ആരും ഇല്ലായിരുന്നു. ഞങ്ങളോ? അപ്പൊ നീ ഒറ്റയ്ക്കല്ലേ വന്നേ? അല്ലല്ല, ഏട്ടന്മാരുണ്ടായിരുന്നു. അവരിങ്ങോട്ട് കയറി വരുന്നതിന്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് നിർത്തി തന്നു. അവർക്കൊന്നും അറിയില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നീ എന്തെങ്കിലും കഴിച്ചോ? ആ, ഒരു കോഫി കുടിച്ചു. നീ എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? നിനക്ക് പേടിയൊന്നുമില്ലേ? ഏയ്, ഞാനേ ഭയപ്പെട വേണ്ടു. നീ പാതി തമിഴും പാതി മലയാളം ഒന്നും പറയല്ലേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിതാണെങ്കിൽ പഠിക്കാന്ന് വെച്ചിട്ട് അമ്പലം വില്ലിനും എടുക്കുന്നില്ല. അല്ല, നീ ഇവിടെ ഒറ്റയ്ക്കാന്നല്ലേ പറഞ്ഞേ? അപ്പോൾ നിനക്ക് ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ ഉണ്ടാക്കൂല, അങ്ങനെയൊക്കെ. നീ എത്ര കാലാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുന്നേ? അതും ഈ കൊള്ളസംഗീതം പോലത്തെ വീട്ടിൽ. നിനക്ക് ഇങ്ങോട്ടെങ്കിൽ സ്ഥലം മാറിക്കൂടെ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഇതാ സേഫ്. അതാകുമ്പോൾ ആരും അറിയൂല്ല. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് കഴിഞ്ഞു പോട്ടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ആടി, ഓക്കെ. ഓ മായ ദൈവമേ, എന്താടി, നീ അപ്പോൾ ഇത്രയും കാലം വിഗ് വെച്ചോണ്ടാണോ കോളേജിലേക്ക് വന്നേ? നന്നായി നീ ശരിക്കുള്ള ലുക്കിൽ വരാത്തെ. അല്ലേ എനിക്കൊരു ഭീഷണി ആയേനെ നീ. നീ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഏയ്, അതൊന്നും ശരിയാവില്ല. അതൊക്കെ ശരിയാവും, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ നീ എൻ്റെ വീട്ടിൽ നിന്നോ. ഏയ്, അതൊട്ടും ശരിയാവില്ല. നീ ഒന്നും പണയണ്ട. അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ വിഗ് വെച്ച് വന്നാൽ മതി. അതാകുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. എനിക്ക് തന്നെ കണ്ടില്ലേ, ഇപ്പം നിന്റെ പഴയ ലുക്കും ഇപ്പോഴത്തെ ലുക്കും കണക്റ്റ് ആയിട്ടേ ഇല്ല. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നീ വിഗ് വെക്കുന്നതാ നല്ലത്. അതെന്താ? എൻ്റെ വീട്ടിൽ 2 ഏട്ടന്മാരുണ്ട്. അവരെങ്ങാനും നിന്നെ കണ്ടാൽ നിന്റെ കാര്യം ഗതാ ഹുവ. അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ട് നിന്നെ വിളിക്കാം. നീ നെക്സ്റ്റ് ഡേ ഫുൾ പാക്ക് ചെയ്യുന്നു, എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡ് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഓക്കെ അല്ലേ? നോക്കാം. എന്നാ ഓക്കെടി, ബൈ. എല്ലാം പറഞ്ഞതുപോലെ. ലവ് യു. അമ്മേ, അച്ഛ, ഞങ്ങൾ എത്തിട്ടോ. അല്ലട മോനെ, ചച്ചു എവിടെ? അവളെത്തിയില്ലേ? അവള് ഞങ്ങളോട് പറഞ്ഞത് നിന്റെ കൂടെ വരാന്നാണല്ലോ. എന്റെ കൂടെയോ? എടാ നന്ദു, ഞാനൊന്നും ചെയ്തിട്ടില്ല. അതല്ല, അവളിനി നമ്മളറിയാണ്ട് ഒളിച്ചോടിയോ? അയ്യോ, നമ്മളവളെ ഒളിച്ചോടാനാണ് അപ്പൊ സഹായിച്ചത്? ഏയ്, നിന്റെ പെങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അല്ലടാ, എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അത് നമ്മുടെ അമ്മിണിപ്പച്ചന്റെ ചാണകം മോനെ. ഉഫ്, ഇങ്ങനെ ഒരെണ്ണം. ഹലോ ഗൈസ്, എന്താണ് എല്ലാവരും കൂടെ ഒരു അയൽക്കൂട്ടം? നിക്കടി അവിടെ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഓ, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയായിരുന്നു. എന്തേ? ആ, കേട്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളോട്. അപ്പൊ ഇവള് വലിയ മദർ തെരേസ. ഞാൻ ഇന്നലെ പറഞ്ഞ അവൾ ഏതോ ചെക്കൻ്റെ കൂടെ വന്നേന്ന്. ചച്ചു മോളെ, നിന്നെ തലയിൽ വെച്ച പേനരിക്കും, നിലത്ത് വെച്ച ഉറുമ്പരിക്കും, ഒക്കത്ത് വെച്ച. അല്ലടാ, നീ അതിന് ഇവള് ജനിച്ചപ്പോ മര്യാദയ്ക്ക് നടക്കാൻ പോലും ആയിട്ടില്ലല്ലോ. കളഞ്ഞ് അപ്പോളോ അങ്ങ് പോയി. ഒരു 5 ഡയലോഗ് അടിച്ച് ഇമോഷൻ ആക്കാൻ നോക്കിയതായിരുന്നു. എന്നെ എവിടെയും വളരാൻ അനുവദിക്കരുത് കേട്ടോ. എല്ലാരും എന്നെ അടിച്ചമർത്തിക്കോ. പക്ഷെ ഒരു നാൾ ഞാൻ യേശുവിനെ പോലെ ഉയർന്നെണീറ്റ് വരും. അങ്ങനെ എങ്ങനെ സംഭവിക്കുകയാണെ അന്ന് ഞാൻ ഈ വീട്ടിൽ ദോശ ഉണ്ടാക്കല് നിർത്തും. അല്ല, അപ്പൊ ഇനി മുതൽ ഇവിടെ ദോശയും ഇല്ലേ? അതല്ല, ഞാൻ വെറൈറ്റി ആയിട്ട് എന്തേലും ഉണ്ടാക്കും. അതിനാദ്യം അവൻ ഈ പറഞ്ഞതുപോലെ എണീക്കണം. അതിപ്പോ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുവരെ ദോശായ നമഃ. നന്ദു, കേട്ടില്ലേ? ദോശ ശരണം. എല്ലാവരും ഒന്ന് നിർത്തുവോ? ഇവിടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാദ്യം. ഓ യാ, നമ്മൾ ടോപ്പിക് തന്നെ തെന്നി മാറുന്നു. തെന്നി മാറാൻ ഇവിടെ ആരും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. ആഞ്ജനേയ സ്വാമി, നീ നിർത്തിക്കോ പെണ്ണേ. ഓ, അല്ലേലും ഞാൻ പോവാ. എനിക്ക് വയ്യ, നല്ല ക്ഷീണമുണ്ട്. ഇനി എന്തേലും ഉണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട്. നിക്കടി അവിടെ. ഇപ്പൊ ടൈമില്ല, പിന്നെ വാ. നീ ഇവിടെ ശാഠ്യം പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഞാൻ അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ വന്ന് ചോറ് തിന്നോ. അമ്മ ഒരു അമ്മയാണോ അമ്മേ? അച്ഛനൊരച്ഛനാണോ? സ്വന്തം മോള് വഴി തെറ്റി പോകുമ്പോ ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കണ്ടേ? നീ അത് വിടു കിച്ചു. എൻ്റെ കിച്ചു, അധികം തിളച്ച കലത്തിന് പുറത്തു നിന്നല്ലേ, നമുക്ക് നോക്കാം. എന്തോന്ന്?
നിന്റെ അമ്മ ഒരു മലയാളം ടീച്ചറാന്ന് നീ പലപ്പോഴും മറക്കുന്നു. ആ ഇങ്ങനെ പോയാൽ ഞാനാരാന്ന് വരെ ഞാൻ മിക്കവാറും മറക്കും. കറങ്ങി കറങ്ങി നീങ്ങുന്നു എന്റെ ഇത്ര വേഗത്തായില്ലാത്തത്. എടാ നന്ദു, എന്താടാ ചക്കര? ഞാനൊരു CID ആകാൻ പോവാ. ആഹാ, നല്ല തീരുമാനം. എന്നിട്ട് നിനക്കെൻ്റെ വലം കൈ ആകാൻ പറ്റുമോ? ഞാനല്ലാണ്ട് ആരാ പിന്നെ കിച്ചു ഇതിനൊക്കെ ഉള്ളേ? നിന്റെ വലം കൈയും ഇടം കൈയും അല്ലേ? വേണ്ട, വലം കൈ മാത്രം മതി. എന്താണ് മാറ്റർ? നമുക്ക് ചച്ചുവിൻ്റെ വിഷയം ഒന്ന് അന്വേഷിക്കണം. സോറി അളിയ, ഞാനില്ല. എനിക്ക് വയ്യ ഇങ്ങനെ ഓരോ വള്ളിക്കേസിൻ്റെ പുറകെ പോവാൻ. അവൾ നിന്റെ കൂടി പെങ്ങളാടാ. ആ പെങ്ങളെന്നുള്ള ബോധം എനിക്കുണ്ട്, നിനക്കാണ് ഇല്ലാത്തത്. നിനക്ക് തോന്നുന്നുണ്ടോ ചച്ചു ഇങ്ങനെ കുഴിയിൽ ചെന്ന് ചാടുന്നു? ചാടുകയാണെങ്കിൽ തന്നെ അവൾ ആ കുഴീൻ്റെ ABCD പഠിച്ചിട്ടല്ലേ ചാടൂ. അതൊക്കെ ശരിയാണ്, പക്ഷെ ഏത് സമയത്തും എന്തും സംഭവിക്കാലോ. അത് സംഭവിക്കും, പക്ഷേ അവക്കൊന്നും സംഭവിക്കൂല. എൻ്റെ മനസ്സ് പറയുന്ന അവൾ അങ്ങനെയൊന്നും ചെയ്യൂലെന്ന്. ആയിരിക്കൂലേ? ഇനി എങ്ങാനും അങ്ങനെ ഉണ്ടേ ഈ പറഞ്ഞ നിന്നെ ആയിരിക്കും ഞാൻ ആദ്യം കൊല്ലുക. കിച്ചു, ഡാ മോനെ, ബുദ്ധിക്കുറവുണ്ട് എന്ന് വെച്ചിട്ട് നീ കയ്യബദ്ധമൊന്നും കാണിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ അവക്കൊരാൾ ഇഷ്ടമാണെങ്കിൽ തന്നെ നീ ഇത് നടത്തി കൊടുക്കല്ലേ വേണ്ടേ? ഏട്ടന്മാരായ അങ്ങനെയാ. എന്നാ പിന്നെ തൽക്കാലം ജോലി രാജിവെക്കാല്ലേ? യാ അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. എന്തേലും പറഞ്ഞോ നീ? ഏയ്, ഞാനെന്ത് പറയാനാ, ഞാനൊന്നും പറഞ്ഞില്ല. അമ്മേ, അച്ഛാ, എന്ത് വേണം? എനിക്കൊരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആണ്. അതേ, അരി വെന്ത് തുടങ്ങിന്നാട്ടോ തോന്നുന്നേ. അതെ വാർക്കാൻ സമയമായിന്ന് തോന്നുന്നു. ഇപ്പൊ വാർത്താ ചോറ് തിന്ന, അല്ലേ പിന്നെ എല്ലാരും കഞ്ഞി കുടിക്കേണ്ടി വരും. എന്താ കാര്യം? ഞാനന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ? മറ്റേ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണോ? അതന്നെ. അവളിനി ഇവിടെ നിന്നോട്ടെ. അവളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അത്ര വെടിപ്പല്ല. പോരാത്തതിന് അവൾ ഒറ്റയ്ക്കും, കൂടെ ആണെങ്കിലും ആരുമില്ല. എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവക്ക്. അല്ല, അവളുടെ പാരൻസിന് അപ്പോൾ ഇതൊന്നും അറിയില്ലേ? ശരിക്കും അവളുടെ പാരൻസുമായിട്ടാണ് എന്തൊക്കെയോ പ്രശ്നം. ഞാനാണ് അവിടെയെങ്കിലേ പിറ്റേ ദിവസം ഇവിടെ വീട്ടിലേക്ക് വന്ന് നിന്നേനെ. അവൾക്ക് പിന്നെ എങ്ങോട്ടും പോകാനില്ലാത്തോണ്ടാ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവളോട് ഇങ്ങോട്ട് പോന്നോളാൻ പറ. പിന്നെ എനിക്ക് പേടി നമ്മൾ രണ്ട് മറ്റേ പുത്രന്മാരെ കുറിച്ചാ. അത് അവളോടൊന്ന് സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അല്ലേ ഞാൻ ബോർഡ് വെക്കേണ്ടി വരും, ബി അവെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പോയത് എൻ്റെ കാമുകൻ്റെ കൂടെ ഒന്നും അല്ല കേട്ടോ. ഞാൻ അവളുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കിയതാ. പിന്നെ ഞാൻ അവളുടെ പേര് പറഞ്ഞില്ലല്ലോ, മായനന്ദ. അമ്മൂന്ന് വിളിച്ചാൽ മതി. അപ്പം അരി വെന്തിട്ടില്ലല്ലേ? ഇല്ല, സമയായിട്ടില്ല. വെറുതെ ഞാൻ എൻ്റെ മോളെ ഇതെന്തൊരു കഷ്ടാ. കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. നന്ദുവിൻ്റെ അടുത്ത് പോയാലോ? അവനിപ്പം അങ്ങനെ സുഖമായിട്ട് ഉറങ്ങണ്ട. അതെന്തോ ഒരു ശബ്ദം. ആരാ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? ഇനി വല്ല കുറുവ സംഘാണോ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ദൈവമേ കത്തോണേ. ഇതാരാ ഈ ബൈക്കില്? ചച്ചുവിൻ്റെ റൂമിൽ ലൈറ്റ്, അത് ചച്ചു അല്ലേ? എടീ, നീ ഏട്ടനെ ചതിക്കുമായിരുന്നു അല്ലേ? എടാ നായിൻ്റെ പട്ടി മോനെ, നിന്നെ ഞാൻ ശരിയാക്കി തരടാ കള്ള കാമുക. അമ്മേ, അത് അവള് പോണു. നിക്കടാ അവിടെ. നീ എൻ്റെ പെങ്ങളെ പ്രേമിക്കൂലേ? നിന്നെ ഞാനിന്ന് കാണിച്ചു തരടാ കഴിവേറി. ഇങ്ങോട്ട് വാടാ. എന്നാലും ചോദിക്കാൻ ചെന്ന് നിന്നിടിക്കാൻ മാത്രം ധൈര്യം ആർക്കാടാ? ഞാൻ വേണമായിരുന്നു ഇന്നലെ അവിടെ. അവൻ്റെ എല്ലാം ഞാൻ ഇടിച്ച് കലക്കിയേനെ. പിന്നെ നീ ഇന്നലെ ഉണ്ടായിരുന്ന ഇതുപോലെ എന്നെ കൊണ്ടു നടക്കാൻ ഞാൻ വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. നീ പറഞ്ഞത് ശരിയാടാ, അവള് വീണ കുഴീൻ്റെ ABCD പഠിച്ചിട്ടാ ചാടിയേ. അതെ അതാരാടാ നമ്മുടെ സീറ്റിലെ പുതിയൊരു അധഭാഗ്യവാൻ? അതെനിക്കറിയില്ല, പക്ഷെ നല്ല പരിചയമുള്ള തല. എക്സ്ക്യൂസ് മീ. യെസ്. എടാ നന്ദൂട്ടാ, കിച്ചു, നിങ്ങൾ ഇവിടെ? എടാ ജഗ്ഗു. ഓ ഗോഡ്, എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയായിരുന്നു മകനെ നീ? നീ വല്ലാണ്ടങ്ങ് വളർന്നു പോയി. എടാ ജഗ്ഗു,
നീ എന്താടാ ഇവിടെ? നീ എന്തിനാ ഇവിടെ വരുന്നേ? അതിനെന്നെ ഞാൻ എങ്ങനെ ഫ്രണ്ട്സിനെ സെറ്റാക്കുമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. ദയവായിട്ടാ എന്നെ ഈ കോളേജിലേക്ക് കൊണ്ടുവന്ന്. താങ്ക് ഗോഡ്. ജഗ്ഗു ബന്ദർ, എവിടെയായിരുന്നു ഇത്രയും കാലം? ഞങ്ങൾ വിചാരിച്ച നീ നാട് വിട്ടപ്പോൾ ഇപ്പോൾ വല്ല മദാമേനെയും വളച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാകുന്നു. പിന്നെ സുഖ ജീവിതമായിരുന്നില്ല അവിടെ. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടിയും കിടക്കെടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഓ, അപ്പോൾ നീ വിട പറഞ്ഞു വന്നതാണോ? അതോ നിന്നെ അവിടെ നിന്ന് ബാൻ ചെയ്തോ? എനിക്ക് ചെറിയൊരു കയ്യബദ്ധം പറ്റി. പിന്നെ ഡാഡി ഒന്നും നോക്കിയില്ല. നെക്സ്റ്റ് ഫ്ലൈറ്റിന് എന്നോട് നാട് കടന്നോളാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഡാഡി കുറച്ച് റിച്ച് ആയതുകൊണ്ട് ഞാൻ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്കിവിടെ സീറ്റും കിട്ടി. അല്ലടാ കിച്ചു, നിനക്കെന്തോ ഒരു ചെരുവ്? നീ പുഷ്പയ്ക്ക് പഠിക്കുക? ഏയ്, അത് ഇന്നലെ രാത്രി അതൊന്നുമില്ല. ഇന്നലെ രാത്രി ഒന്ന് മുറ്റത്ത് തന്നെ വീണതാ. ഡാ ജഗ്ഗു, നാളെ സാറ്റർഡേ അല്ലേ? നീ വീട്ടിലേക്ക് ഇറങ്ങ്, നമുക്കൊരു ഗെറ്റ് ടുഗദർ ആകാലോ. പറയേണ്ട താമസമുണ്ടോ? എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ പോരെ? അവനിനി വഴിയെങ്ങാനും മറന്നിട്ടുണ്ടാവോ? ഏയ്, അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ? മറന്നിട്ടുണ്ടേ തന്നെ അവൻ വിളിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഈ കിച്ചു ഇതെവിടെ പോയി? ആഹാ, ജഗ്ഗു ചേട്ടൻ എത്തിയല്ലോ. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താടാ ഇത്? നിന്റെ വീട്ടിലെ കല്ലും കട്ടയും മാത്രമാണല്ലോ ഇനി ബാക്കി എടുക്കാനുള്ളൂ. നീ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാ? സർപ്രൈസ്. ദേ, ആ കാണുന്ന വീട് കണ്ടോ? അതിന്റെ ഡാഡി അങ്ങ് വാങ്ങി. ഇനി ഞാനും ഉണ്ടാകും ഊണിനും ഉറക്കത്തിലൊക്കെ നിങ്ങളുടെ കൂടെ. എടാ മോനെ, നീ വല്ലാണ്ട് അങ്ങ് സുന്ദരനായല്ലോ. ഞങ്ങളൊക്കെ മറന്നോ നീ? എന്ത് മാമി, നിങ്ങളെയൊക്കെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? നമ്മുടെ ദാസപ്പനെവിടെ? ഞാൻ ഇവിടെ ഉണ്ടേ. നീയാണല്ലേ അപ്പൊ ആ വീട് വാങ്ങിയത്? ഇന്നലെ ശങ്കരനുണ്ണി പറഞ്ഞിരുന്നു. നീ ഒറ്റയ്ക്കാണോ വന്നേ? അച്ഛനും അമ്മയൊന്നും ഇല്ലേ? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഭാവിയിൽ നമുക്ക് അംഗസംഖ്യ കൂട്ടാലോ. അല്ല, കിച്ചു എവിടെ? അവൻ കടയിൽ പോയതാ. പോയിട്ട് ഇപ്പൊ 2 മണിക്കൂറായി. ചച്ചു, നീ വല്ലാണ്ടങ്ങ് വളർന്നു പോയല്ലോ പൂച്ചക്കുട്ടി. ആ പൂച്ചയ്ക്ക് നീ തൽക്കാലം പാൽ കൊടുക്കണ്ട. ഇങ്ങോട്ട് വാ. അയ്യോ, വേണ്ട അല്ലേ? അവന്റെ പെങ്ങൾ എന്റെയും പെങ്ങൾ. ആ, നീ എത്തിയോ? ഈ വണ്ടി ജംഗ്ഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പണി തന്നു, അതാ ലേറ്റായേ. നീ ഈ ബൈക്ക് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതെ, അതേ ബൈക്ക്, അതേ ജാക്കറ്റ്, അതേ ഹെൽമെറ്റ്. അപ്പൊ ഇത് എടാ ബ്ലഡി ഗ്രാമവാസി, നീ എന്റെ കൂടെ നടന്ന് എന്റെ പെങ്ങളെ വളയ്ക്കൂല്ലേ? നിന്റെ പെങ്ങളെയോ? നിനക്കെന്താടാ പ്രാന്താണോ? ഞാൻ ജഗന്നാഥാണ്, ജഗന്നാഥ് പി സോമൻ, നിങ്ങളുടെ ജഗ്ഗു. വിടില്ലടാ ഞാൻ നിന്നെ. നീ എന്റെ വയറ്റിലിട്ട് കുത്തൂലേ? എപ്പോ? ആരെ? ഇതൊക്കെ എന്ന്? നന്ദു, ഇവൻ എന്തായി പറയുന്നേ? പെങ്ങളെ, ഞാനൊന്നും. അതേടാ, നിനക്കിപ്പോ അവള് പെങ്ങളായില്ലേ? വാട്ട് ബുൾഷിറ്റ് ഈസ് ദിസ് ഗൈ ടോക്കിംഗ്? ആരുമില്ല ഇവിടെ ഈ മതം പൊട്ടി ആനെ ഒന്ന് തളയ്ക്കാൻ? മിസ്റ്റർ ജഗന്നാഥ് പി സോമൻ. എന്താ പാപ്പ? സോറി, എന്താ കിച്ചു? നീ എന്റെ പെങ്ങളെ പ്രേമിക്കുവോ? ഇല്ല, എൻ്റെ അപ്പനാണ്. അവളുടെ മുഖത്തോട്ട് പോലും ഞാൻ ഇനി നോക്കൂല. നോ നോ നോ, നീ അവളെ പ്രേമിക്കണം, എന്നിട്ട് നീ അവളെ കെട്ടണം. കിച്ചു നോ, നീ ഷട്ടപ്പ്. ഇവനാടാ അന്ന് വന്നിട്ട് എന്നെ ഇടിച്ചത്. ഒന്നും മറന്നിട്ടില്ല ഞാൻ. നിന്നോട് ആരാ പറഞ്ഞ അതിനത് അവനാന്ന്? അതേ ബൈക്ക്, അതേ കോട്ട്, അതേ ഹെൽമെറ്റ്. ബൈക്കോ? ഏത് ബൈക്ക്? കണ്ടോ അവന്റെ അഭിനയം കണ്ടോ? നീ ബൈക്കിലല്ലാണ്ട് പിന്നെ പറന്നാണോടാ വന്നേ? ഓ, ഇനി നീ പറയുമായിരിക്കും ഇത് നിന്റെ ബൈക്കല്ലാന്നല്ലേ? അല്ല, അതെന്റെ ബൈക്കല്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? എടാ, നിനക്ക് പ്രാന്ത. ഇതവന്റെ ബൈക്കല്ല. യൂട്യൂബ് ബ്രൂട്ടസ്. കിച്ചു സ്റ്റേ, അത് അവന്റെ ബൈക്കല്ല, അത് എന്റെ ഫ്രണ്ടിന്റെയാ. ഓഹോ, എല്ലാരും കൂടിയാ? അപ്പൊ ഇവനിട്ട ഈ കോട്ടോ? ഇതെന്റെ പപ്പ മേടിച്ചു തന്നതാ, ഞാൻ തരൂലോ. ഇങ്ങനൊരു മരവാഴ ഈ ലോകത്ത് ഇവന് മാത്രമേ കോട്ടുള്ളൂ. ദേ, അവളാണ് അന്ന് രാത്രി ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇവിടെ ഉള്ളതും അന്ന് രാത്രി വന്നതും ഒരേ ആളാണ്. അമ്മോ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ ഇവിടെ ഉള്ളതും അന്ന് രാത്രി വന്നതും ഇവളാ. അന്ന് നീ കണ്ട ബൈക്കും ഹെൽമെറ്റും കോട്ടും എല്ലാം ഇവളതാ. ബൈ ദ ബൈ, കുട്ടി എന്ത് ചെയ്യുന്നു? സിംഗിൾ ആണോ? നിങ്ങളോട് 3 പേരോടും ഞാനൊരു കാര്യം പറയാം. ഇവളിനി മുതൽ ഇവിടെ താമസം. അതുകൊണ്ട് ആരെങ്കിലും വിളച്ചിലെടുക്കാൻ വന്ന ഇതാണ് മായനന്ദ. ഇനി മുതൽ നിങ്ങളെ കൂടി പെങ്ങള്. അച്ഛനും അമ്മീനി എന്ത് സർക്കസ് കാണാൻ നിക്കാ? വാകത്തോട്ട്. A few minutes later. എന്നാലും നീ മ്ലേച്ഛം.
ഒരു കയ്യബദ്ധം, ആരും നാറ്റിക്കരുത്. എന്നാലും നിനക്കൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കായിരുന്നു. ഒരു നിമിഷം ഞാൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. സോറിടാ, പറ്റിപ്പോയി. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. എന്താണേലും ഞാനവളെ വെറുതെ വിടൂല. ഞാൻ പോവുക, എനിക്കെൻ്റെ അപ്പനെ വിളിക്കണം. മകനെ മടങ്ങി വരൂ. ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ നമുക്ക് മന്തി കഴിക്കാൻ പോകാവാ. ഓക്കെ, സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല, പിന്നെ നിങ്ങളൊരു ഫുൾ മന്തി മേടിച്ചിട്ട് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നന്മ മരമേ, വാ നീ. എടാ കിച്ചു, നീ വണ്ടി എടുക്ക്. വണ്ടിയോ? നോനോ, നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാം. വെറുതെ അല്ല നിങ്ങൾ പീപ്പിൾ ഹെൽത്തി അല്ലാത്തത്. എന്നെ കണ്ടില്ലേ, എൻ്റെ ഈ സ്കിൻ, എൻ്റെ ഈ ബോഡി എന്ത് ഹെൽത്തിയാ. ഓഫ്, എന്തൊരു വെളിച്ചം. നിന്റെ ഈ ഹെൽത്തി സ്ട്രോങ് ടീത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താ? KP നമ്പൂതിരി പൽപ്പൊടി. മക്കള് വന്നേ, ചേട്ടൻ്റെ മന്തി ചേട്ടന് വേണ്ടി അവിടെ കാത്തിരിക്കുക.